prepaid expenses are prepaid expenses are the expenses the benefit of which has not been fully enjoyed before the end of the accounting year. Prepaid expense prepaid expenses are the expense the benefit of which has not been fully enjoyed before the end of the accounting year. ഈ അക്കൗണ്ടിങ് ഇയർ എൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഫുള്ള് കിട്ടിയിട്ടില്ല. അത് എക്സ്പെൻസ് മുന്നേ അടച്ചു എന്നാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ് പറയുന്നത്. മനസ്സിലാവുന്നല്ലോ, എക്സ്പെൻസ് മുന്നേ അടച്ചിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം ഈ വർഷം ഉണ്ടായ എക്സ്പെൻസ് ആണ്, പക്ഷേ ഈ വർഷം ഫുൾ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. 2025 എക്സ്പെൻസ് ആണ്, പക്ഷേ 2025 ആ എക്സ്പെൻസ് ഫുള്ള് കിട്ടിയിട്ടില്ല. ആ എക്സ്പെൻസ് നടത്തിയതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. എക്സ്പെൻസ് മുന്നേ അടച്ചിരിക്കുകയാണ്, അല്ലെ മുന്നേ കൊടുത്തിരിക്കുകയാണ്, അടുത്ത വർഷത്തേക്ക് ഈ വർഷം നമ്മൾ കൊടുത്തു തീർത്തിരിക്കുകയാണ്, അല്ലെ എക്സ്പെൻസ് കൊടുത്തേക്കാണെന്നുള്ളത്. ദേ ആർ എക്സ്പെൻസസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് ഓർ അൺഎക്സ്പെക്ടഡ് എക്സ്പെൻസ്. അപ്പോൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് നമുക്ക് വേറെ പേര് വിളിക്കാം. പ്രീപെയ്ഡ് എക്സ്പെൻസിനെ നമുക്ക് എക്സ്പെൻസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് എന്നോ അൺഎക്സ്പെക്ടഡ് എക്സ്പെൻസ് എന്നോ പറയാം. ദെയർ ബെനിഫിറ്റ് വിൽ ബി അവൈലബിൾ ഇൻ സബ്സിക്വൻറ്റ് ഇയർ. അപ്പോൾ ഈ എക്സ്പെൻസ് കൊടുത്തതിൻ്റെ ബെനിഫിറ്റ് വരും വർഷങ്ങളിലേക്ക് കിട്ടത്തുള്ളൂ. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടല്ലോ. സിൻസ് ദ സച്ച് എക്സ്പെൻസസ് ആർ ഓൾറെഡി പെയ്ഡ് ദേ മേ ഫോം എ പാർട്ട് ഓഫ് ട്രയൽ ബാലൻസ്. അപ്പോൾ ഓൾറെഡി നമ്മൾ കൊടുത്ത് അതിൻ്റെ എക്സ്പെൻസ് എവിടെ കിടപ്പുണ്ട്, ട്രയൽ ബാലൻസിൽ എക്സ്പെൻസ് കിടപ്പുണ്ട് താനും. ഫോർ കാൽക്കുലേറ്റിംഗ് ആക്ച്വൽ പ്രോഫിറ്റ് ദ പ്രീപെയ്ഡ് പോർഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ ഫ്രം ദ എമൗണ്ട് പെയ്ഡ്. നമുക്കറിയാം പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ അതാത് വർഷത്തെ ഇൻകോ എക്സ്പെൻസും ചെയ്യണമെന്നാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. അതാത് വർഷത്തെ ഇൻകോ എക്സ്പെൻസ് മാത്രമേ നമുക്കറിയാം. അപ്പോൾ ഇത് അടുത്ത വർഷത്തെ കൂടെ എക്സ്പെൻസ് നമ്മൾ അടച്ചിരിക്കുകയായതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ ഇപ്പോഴത്തെ എക്സ്പെൻസിൽ നിന്ന് എക്സ്പെൻസ് കുറയ്ക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. ദ എമൗണ്ട് ഓഫ് പ്രീപെയ്ഡ് എക്സ്പെൻസ് ഈസ് ഷോൺ ഇൻ ദ അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. കുറയ്ക്കണം. അപ്പം ഈ പറയുന്ന എമൗണ്ട് മുന്നേ അടച്ച് നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കും. ഓക്കെ. ഇപ്പോൾ ഇൻഷുറൻസ് പ്രീമിയം മുന്നേ അടച്ചു എന്ന് പറയുന്നു. അപ്പോൾ നമുക്കറിയാം എക്സ്പെൻസ് മുന്നേ കൊടുത്ത എക്സ്പെൻസ് കൂട്ടണോ കുറയ്ക്കണം? എക്സ്പെൻസ് ഏത് ബാലൻസാണ്? ഡെബിറ്റ് ബാലൻസാണ്. അപ്പോൾ നമുക്കറിയാം എക്സ്പെൻസ് മുന്നേ കൊടുത്തു കഴിഞ്ഞാൽ എക്സ്പെൻസ് കുറയ്ക്കണം. എന്തുകൊണ്ടാണ് കുറയ്ക്കണം? നമ്മൾ പറയുന്നത് എക്സ്പെൻസിന് നമുക്കറിയാം അടുത്ത വർഷത്തെ എക്സ്പെൻസ് മുന്നേ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ എക്സ്പെൻസ് ഏത് ബാലൻസാണ്? ഡെബിറ്റ് ബാലൻസാണ്. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. പറയുന്നത് മനസ്സിലായാലോ? അങ്ങനെ തന്നെ ഞങ്ങൾ പഠിക്കാൻ വേണ്ടി കാണാൻ പഠിച്ചു നോക്കുക. ഡെക്സ്പെൻസിന് ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഡെബിറ്റ് വരേണ്ട ഏതാ? പ്രീപെയ്ഡ് എക്സ്പെൻസ്. അപ്പോൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് അക്കൗണ്ട് ടു എക്സ്പെൻസ് ആയിരിക്കും വേണ്ടി വരും. ക്ലിയർ ആയി പറഞ്ഞേ? ഔട്ട്സ്റ്റാൻഡിങ്ങിന് നമുക്കറിയാം പ്രീപെയ്ഡ് അറിയാം. അപ്പോൾ ലോജിക്ക് ഇത്രയാണ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് അക്കൗണ്ട് ടു എക്സ്പെൻസ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് ഡെബിറ്റ് ഉള്ള കാരണം അസറ്റ് എക്സ്പെൻസ് ആണെങ്കിൽ ഡെബിറ്റ് ചെയ്തുള്ള നമ്മൾ പഠിച്ചിട്ടുണ്ട്. അസറ്റിന് എക്സ്പെൻസ് ആണെങ്കിൽ ഡെബിറ്റ് ബാലൻസ്. ഇപ്പോൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് അസറ്റ് ആണോ എക്സ്പെൻസ് ആണോ? അസറ്റാണ്. അപ്പോൾ ബാലൻസ് ഷീറ്റ് അസറ്റ് കാണിക്കും പ്രീപെയ്ഡ് എക്സ്പെൻസ്. എക്സ്പെൻസിന് ക്രെഡിറ്റ് ഉള്ള കാരണം എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടിയാണ്. ക്ലിയർ ആയല്ലോ? അങ്ങനെ തന്നെ പഠിച്ചോണേ. അവിടെ എക്സാമ്പിൾ ആണ് നിൽക്കുന്നത്. ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ 2000 $1,200 ഓഫ് വിച്ച് 2 months ഇൻഷുറൻസ് ഈസ് പ്രീപെയ്ഡ്. എന്നാൽ ഇവിടെ 2 മാസത്തെ ഇൻഷുറൻസ് മുൻകൂട്ടി അടച്ചേക്കുവാണ്. ജേർണലിൽ ഇട്ടേക്കുന്നുണ്ടോ? 1200 അതിൻ്റെ 2/2 മനസ്സിലുണ്ടോ? 200 വന്നാണ്ടോ? കണ്ടോ? അപ്പോൾ എൻട്രി ഇട്ടേക്കുന്നുണ്ടോ? ഇൻഷുറൻസ് പ്രീപെയ്ഡ് അക്കൗണ്ട് ടു ഇൻഷുറൻസ് 200. അതിൻ്റെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇൻഷുറൻസ് പറഞ്ഞാൽ പി എൽ അക്കൗണ്ട് അല്ലേ വരുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇൻഷുറൻസ് 1200 200 കുറയ്ക്കും, 1000 എഴുതുള്ളൂ. എന്നിട്ട് 200 നമ്മൾ ബാലൻസ് ഷീറ്റ് അസസറി കണ്ടോ ഇൻഷുറൻസ് പ്രീപെയ്ഡ് ഇട്ടേക്കുന്നത് കണ്ടല്ലേ? ഓക്കെ. അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ കണ്ടോ? ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് പ്രിപ്പയർ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st March 2000. ഒരു ട്രയൽ ബാലൻസ് വന്നിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെന്റ് പറയുന്ന സ്റ്റോക്ക് ഉണ്ട്, ക്ലോസ് സ്റ്റോക്ക് 16,500. ഇൻഷുറൻസ് പ്രീപെയ്ഡ് ഉണ്ട്, നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ടിക്ക് ഇടുന്നു. അഡ്ജസ്റ്റ്മെന്റ് ഉള്ളതുകൊണ്ട് റെന്റ് പ്രീപെയ്ഡ്, റെന്റിനും ടിക്ക് ഇടുന്നു. സാലറി ഔട്ട്സ്റ്റാൻഡിംഗ്, സാലറിക്കും ടിക്ക് ഇടുന്നു. ആ ടെക്സ്റ്റിൽ ഇട്ടേക്കുന്ന അപ്പം അത് നമ്മൾ നോക്കും. പഴയ പോലെ ഓപ്പൺ സ്റ്റോക്ക് എടുത്തു 11,000 എഴുതി. ഓക്കെ. പർച്ചേസ് എടുത്തു, പർച്ചേസ് നമുക്ക് 60,000 പർച്ചേസ് എടുത്തു. അതിനകത്ത് റിട്ടേൺസ് ഉണ്ട് പർച്ചേസിന് അല്ലേ? അപ്പോൾ പർച്ചേസ് റിട്ടേൺസ് എത്ര ഉണ്ടെന്ന് നോക്കുന്നു. പർച്ചേസ് റിട്ടേൺസ് കിടക്കുന്ന ഡെബിറ്റിലും ക്രെഡിറ്റിലും ഉണ്ട് റിട്ടേൺസ്. അപ്പോൾ പർച്ചേസ് ഡെബിറ്റ് ബാലൻസ് ആയതുകൊണ്ട് റിട്ടേൺസ് നമുക്കറിയാം ക്രെഡിറ്റ് കിടക്കുന്ന 500 എടുത്തു, കുറച്ചു. അടുത്ത് നമുക്ക് വേജസ് ഉണ്ട് അല്ലേ? വേജസിന് അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ വേജസ് ഡയറക്റ്റ് ആണ് എഴുതാം. 1,600 എഴുതി, അല്ല 13,000 അല്ലേ? വേജസ് 13,000 രൂപ, 13,000 രൂപ അല്ലേ? വേജസ് എഴുതി. അഡ്ജസ്റ്റ്മെന്റുകൾ വേറെ ഡയറക്റ്റ് എക്സ്പെൻസുകളൊന്നും കിടപ്പില്ല. നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ വന്നു, സെയിൽസ് എഴുതി. സെയിൽസ് എത്രയാ? 94,000 സെയിൽസ് ഉണ്ട് അല്ലേ? 96,000 സെയിൽസ്. അതിൻ്റെ റിട്ടേൺസ് ഉണ്ടല്ലോ, റിട്ടേൺസ് 1000 കുറച്ച് ഔട്ടറിൽ 93,000 എഴുതി. ക്ലോസ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് കിടപ്പുണ്ട് എത്ര? 16,500 15. അപ്പോൾ ടോട്ടൽ ചെയ്തു. നമുക്ക് ബാലൻസ് ചെയ്യുമ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് 26,500 കിട്ടും. ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്തിട്ട് ഡെബിറ്റ് മൈനസ് ചെയ്യുമ്പോൾ 26,500 ആ ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ക്രെഡിറ്റ് സൈഡ് കൂടി നിൽക്കുന്നുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്രോഡ് ഓൺ ചെയ്യുന്നു 26,000 അല്ലേ? അത് കഴിയുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ഇൻഡയറക്റ്റ് എക്സ്പെൻസിൽ ആദ്യം എടുക്കുക. അപ്പോൾ സാലറി ഉണ്ടെങ്കിൽ ആദ്യം സാലറി അങ്ങ് എടുത്തോളാം. ഓക്കെ. സാലറി എടുത്തു 7,500. ഓക്കെ. അപ്പോൾ സാലറി ഇന്നല്ലേ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടല്ലോ. സാലറി ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അപ്പോൾ ഉണ്ടായിരുന്ന കൂട്ടുമല്ലേ? അപ്പോൾ സാലറി ഔട്ട്സ്റ്റാൻഡിങ് 500 ആഡ് ചെയ്തു, 8 ഇട്ടു. അത് കഴിയുമ്പോൾ നമുക്കറിയാം ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഓരോ നോക്കിയോ. ക്യാപിറ്റൽ വേണ്ട, സ്റ്റോക്ക് വേണ്ട, പർച്ചേസ് വേണ്ട, സാലറി എഴുതി. ജനറൽ എക്സ്പെൻസ് 1,600 അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഇല്ലല്ലോ, എഴുതി 1,600 ജനറൽ എക്സ്പെൻസ് എഴുതി. ഓക്കെ. അടുത്തതെന്ന് പറയുന്നത് അങ്ങനെ പഠിച്ചു നോക്കരുത്. അത് ഔട്ട്സ്റ്റാൻഡിങ് ഇവിടെ ഉള്ളതുകൊണ്ട് കൂട്ടുന്നു എന്നുള്ളതാണ് ലോജിക്ക്. ഞാൻ കഴിഞ്ഞിട്ടുണ്ട്.
അടുത്ത സൺഡ്രി എക്സ്പെൻസ് 200 രൂപ. നമ്മളുള്ളത് അവരൊന്ന് വായിച്ചു. ഇൻഷുറൻസ് കണ്ടോ, അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് 350 ഇന്നറിൽ എഴുതി. ഇൻഷുറൻസ് പ്രീപെയ്ഡ് അല്ലേ, അപ്പോൾ 50 രൂപ കണ്ടോ കുറച്ചേക്കുന്നത്, 350 50 കുറച്ച് ഔട്ടറിൽ ഇട്ടു. അടുത്ത റെന്റ് അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഇല്ല, അതേപോലെ തന്നെ എഴുതാം. നമ്മളുണ്ട് റെന്റ് 800 എഴുതി ഉണ്ട്, 100 രൂപ കുറയ്ക്കണം അല്ലേ, 800 ലെസ് പ്രീപെയ്ഡ് 100, അപ്പോൾ 700 എഴുതി. അടുത്തത് കഴിയുമ്പോൾ ഡെപ്റ്റേഴ്സ് വേണ്ട, സെയിൽസ് വേണ്ട, ക്യാഷ്, മിഷനറി, ക്രെഡിറ്റേഴ്സ്, ഡ്രോയിങ്സ്, റിട്ടേൺസ് എടുത്തല്ലോ, കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ബാലൻസ് ചെയ്യുന്നു 26,000 ക്രെഡിറ്റ് തന്നെ കൂടി ഞാൻ എക്സ്പെൻസ് ഒക്കെ പറഞ്ഞു. 26,000 ടോട്ടൽ, 26,000 ഇതെല്ലാം മൈനസ് ചെയ്യുമ്പോൾ 15,200 നെറ്റ് പ്രോഫിറ്റ് കിട്ടി. ഓക്കെ, അത് കഴിഞ്ഞ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നു, ബാലൻസ് ഷീറ്റ് എടുത്ത് എഴുതുന്നു. നമുക്ക് ബാലൻസ് ഷീറ്റിലുള്ള ഓരോ ട്രയൽ ബാലൻസ് ഉള്ള ഐറ്റംസ് ഓരോന്ന് എഴുതാം. നമുക്ക് കറണ്ട് അസറ്റ്, കറണ്ട് ലയബിലിറ്റി അങ്ങനെ എഴുതി വന്നാൽ നല്ലതായിരിക്കും. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോബ്ലം ചെയ്യുന്ന എളുപ്പത്തിന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ക്യാപിറ്റൽ എടുത്തു. ക്യാപിറ്റൽ 25,000 ലയബിലിറ്റി, അതിനോട് നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്തു, 15 ആഡ് ചെയ്തു. അതിനകത്ത് ഡ്രോയിങ്സ് ഉണ്ടല്ലോ, ഡ്രോയിങ്സ് ഒരു 3,000 ലെസ് ചെയ്തു. ഓക്കെ, അത് കഴിയുമ്പോൾ സ്റ്റോക്ക് വേണ്ട, പർച്ചേസ് വേണ്ട, സാലറി വേണ്ട, ജനറൽ എക്സ്പെൻസ് വേണ്ട, വേസ് വേണ്ട, സൺഡേ എക്സ്പെൻസ് വേണ്ട, ഇൻഷുറൻസ് വേണ്ട, റെന്റ് 10,000 അസറ്റ് അല്ലേ, നമ്മൾ അസറ്റ് സെയിൽ എഴുതി 10,000. ഓക്കെ, അടുത്ത സെയിൽസ് വേണ്ട, ക്യാഷ് ഇൻ ഹാൻഡ് അസറ്റ് അല്ലേ, അപ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ് എഴുതി 1,550 എഴുതിയല്ലോ. അടുത്ത മിഷനറി അസറ്റ് 15,000 എഴുതി. അടുത്തത് നമുക്ക് ക്രെഡിറ്റേഴ്സ് ലൈബിലിറ്റി 5,500. ഓക്കെ, അടുത്ത ഡ്രോയിങ്സ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു, റിട്ടേൺസ് വേണം. അഡ്ജസ്റ്റ്മെന്റ് ക്ലോസ് സ്റ്റോക്ക് കണ്ടോ 16,500. ഇത്രയും വായിച്ചതിന് ശേഷം നമ്മൾ ക്ലോസ് സ്റ്റോക്ക് എടുക്കുന്നത്, അഡ്ജസ്റ്റ്മെന്റ് വരുന്നു. ക്ലോസ് സ്റ്റോക്ക് 16,500 അസറ്റിൽ എഴുതി. ഇൻഷുറൻസ് പ്രീപെയ്ഡ്, അതിന്റെ മീനിങ് എന്തോ, എക്സ്പെൻസ് മുന്നേ കൊടുത്തു. അസറ്റ് ആണ് ലൈബിലിറ്റി ആണോ, അസറ്റ് 50 രൂപ കണ്ടോ, അസറ്റ് എഴുതിയിരിക്കുന്നുണ്ടോ, ഇൻഷുറൻസ് പ്രീപെയ്ഡ് 50 എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നുണ്ടോ. അടുത്ത കണ്ടോ റെന്റ് പ്രീപെയ്ഡ് എഴുതിയത്, റെന്റ് പ്രീപെയ്ഡ് കണ്ടോ, റെന്റ് നമുക്ക് എക്സ്പെൻസ് അല്ലേ, എക്സ്പെൻസ് മുന്നേ കൊടുത്തതാ, അസറ്റ് ആണ് ലൈബിലിറ്റി ആണോ, അസറ്റ്സ് അല്ലേ എഴുതണം. കണ്ടോ 100 രൂപ റെന്റ് 100 രൂപ എഴുതി. അടുത്ത കണ്ടോ സാലറി ഔട്ട്സ്റ്റാൻഡിങ്, സാലറി എന്ന് നമുക്ക് എക്സ്പെൻസ് അല്ലേ, എക്സ്പെൻസ് കൊടുക്കാനുണ്ടെന്ന് അതിന്റെ മീനിങ്. അപ്പോൾ എന്തോ അസറ്റ് ആണ് ലൈബിലിറ്റി ആണോ, എക്സ്പെൻസ് കൊടുക്കാനുണ്ട്, അസറ്റ് ലൈബിലിറ്റിയാണ്. മനസ്സിലായോ, അതിന്റെ മീനിങ്ങോട് മനസ്സിലാക്കണം. ഞാൻ അതുകൊണ്ട് എടുത്ത് പറയുന്നത്, ചുമ്മാ കാണാൻ പഠിച്ചു നോക്കരുത്. അസറ്റ് എക്സ്പെൻസ് കൊടുക്കാനുണ്ട്, അപ്പോൾ ലൈബിലിറ്റി. എക്സ്പെൻസ് മുന്നേ കൊടുത്തു, അതല്ല അസറ്റാ. അതാണ് ഞാൻ റെന്റ് പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണെന്ന് ഞാൻ എടുത്ത് പറഞ്ഞത്. റെന്റ് എന്ന് പറയുന്ന എക്സ്പെൻസാ, അത് മുന്നേ കൊടുത്തു, അസറ്റ്. അതുപോലെ തന്നെ ഇൻഷുറൻസ് പ്രീപെയ്ഡ്, ഇൻഷുറൻസ് എക്സ്പെൻസാ, എക്സ്പെൻസ് മുന്നേ കൊടുത്തു, അതും എന്താണ്, അസറ്റാണ്. എന്നാലും അടുത്ത സാലറി ഔട്ട്സ്റ്റാൻഡിങ്, അപ്പോൾ എക്സ്പെൻസ് കൊടുക്കാനുണ്ടെന്ന് അതിന്റെ മീനിങ്. അപ്പോൾ എക്സ്പെൻസ് കൊടുക്കാനുണ്ടെങ്കിൽ ലൈബിലിറ്റി ടാലി ആവും. ഓക്കെ അല്ലേ, അപ്പോൾ അത് ചെയ്യാമല്ലോ.